ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു കടയാണ് സെയിൻസ്ബറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് വീഡിയോ കാണാം. കുട്ടി കുട്ടി സാധനങ്ങൾ മേടിക്കാനാട്ടോ പോകുന്നേ. വണ്ടിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങി പിള്ളേരെയും ഹസ്ബൻഡിനെയും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനുള്ള കടയുടെ അവിടെ എത്തി. അപ്പോൾ ഡേവിഡ് എൻ്റെ കൂടെ തന്നെ ഇറങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടെയുള്ള സെയിൻസ്ബറി. വലിയൊരു ഷോപ്പാട്ടോ, അത്യാവശ്യം നല്ല വലിയൊരു ഷോപ്പാണ്. സത്യത്തിൽ പിള്ളേരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ എനിക്ക് വളരെ വളരെ മടിയാട്ടോ. ഇതിൻ്റെ എൻട്രൻസ് കണ്ടോ. നമ്മൾ യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. കുട്ടികളുടെ യൂണിഫോം എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യൂണിഫോമിന് വേറെ സ്ഥലമുണ്ട്, നമുക്ക് ഓൺലൈൻ മേടിക്കാം. പക്ഷേ ഇവിടുന്ന് മേടിക്കുന്നതാട്ടോ എളുപ്പം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം ഡേവിഡിനാണ് നോക്കിയത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു യൂണിഫോമിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് പോളോ ഷർട്ട് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡേവിഡിന് രണ്ട് പേർക്കും മേടിക്കണം. ഡേവിഡിനും മേടിക്കണം, ഡേവിനേക്കും മേടിക്കണം. അപ്പോൾ ഡേവിഡിന് നമുക്ക് ഇവിടെ സെയിൻസ്ബറിയിൽ നമുക്കിങ്ങനെ പെയറായിട്ട് കിട്ടും. പെയർ മീൻസ് ഒരു ഷർട്ടിൻ്റെ കൂടെ തന്നെ 2-3 ഷർട്ട് ഒരുമിച്ച് ഇങ്ങനെ പെയറായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ പോയേ. അങ്ങനെ പോളോ ഷർട്ട് എടുത്തു. പിന്നെ ഇവർക്ക് ആഷ് കളർ, ബ്ലാക്ക് ഓർ ആഷ് അല്ലെങ്കിൽ റെഡ്, അങ്ങനെ പാൻറ്റാണ് ഇടേണ്ടത്, പാൻറ്റോ അല്ലെങ്കിൽ ട്രൗസർ. അപ്പോൾ ഇവിടെ നമുക്ക് തണുപ്പായതുകൊണ്ട് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്തത് ഡേവിഡിന് ട്രൗസേഴ്സും പാൻറ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഡേവിനേക്ക് സ്കേർട്ടും ഒരു ഉടുപ്പും എടുത്ത്, നേഴ്സറിയിലല്ലേ, അങ്ങനെ ഞങ്ങൾ എടുത്തു. പിന്നെ അവിടെ ഞങ്ങൾക്ക് നെക്ടർ കാർഡ് ഉണ്ട്. നമുക്ക് സെയിൻസ്ബറിയിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ കാർഡ് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ നെക്ടർ കാർഡ് ഉണ്ട് കേട്ടോ. ഞാൻ നെക്ടർ കാർഡ് യൂസ് ചെയ്യാറുണ്ട്. കാരണം നെറ്റർ കാർഡിൽ നമുക്ക് നമ്മുടെ കുറച്ച് റിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റർ കാർഡിൽ നല്ല ഓഫേഴ്സിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാം. അതല്ലാണ്ടും നമ്മൾ ഇന്ത്യയിലെ പൈസ വെച്ചിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി നമുക്ക് തോന്നും ഇവിടെ വില കുറവാണല്ലോ. പക്ഷെ നമുക്ക് ഇവിടുത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ തോന്നും. പിന്നെ സെയിൻസ്ബറിയിലെ ടോപ്പ്, എനിക്ക് പറ്റിയ ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ടോപ്പുകളൊക്കെ. നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ തരും ടോപ്പുകൾക്ക്. ഞാൻ ഇടയ്ക്ക് പോയി മേടിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഒരു നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞങ്ങൾ കാറിന് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് എടുത്തില്ല. കാരണം പിള്ളേർക്ക് നമുക്ക് എടുത്ത സാധനങ്ങൾ, പിള്ളേരുടെ യൂണിഫോം, ഷർട്ട്, സോക്സ്, ഷൂ ഒക്കെ നാട്ടിൽ നിന്ന് ഞാൻ ഓൾറെഡി കൊണ്ടുവന്നു. ഇവിടെ ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് ഷൂ ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. ഷൂ, ബാഗ്, ബോക്സ്, പെൻസിൽ, അങ്ങനത്തെ നമ്മുടെ ഐറ്റംസൊക്കെ നമുക്ക് ഇവിടത്തേനേക്കാളും നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം ഞാനത് അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നു. അപ്പോൾ യൂണിഫോം ഇപ്പോൾ ഞാൻ ഡേവിഡിനെയും ഇപ്പോൾ സ്കൂളിൽ ചേർക്കണേ ഉള്ളൂ. അവരുടെ വന്നിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ ചേർക്കണേ ഉള്ളൂ. അപ്പം അത് കാരണം അവരുടെ സ്കൂൾ യൂണിഫോമൊക്കെ നോക്കി കണ്ടുപിടിച്ച് 2 പേർക്കും എല്ലാം എടുത്തു കേട്ടോ. അപ്പം ഇവർക്ക് ഈ PT ഉണ്ട്. PT ടൈമിൽ ഇവർക്ക് വേറെ യൂണിഫോം ഷൂ അല്ലാണ്ട് നമ്മുടെ കാഷ്വൽ വിയർ ഷൂ ഇടണം. അപ്പോൾ അത് ഞാൻ ഉണ്ട് ഒരെണ്ണം. പക്ഷേ ഒരെണ്ണോടെ എക്സ്ട്രാ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു നോക്കി. പക്ഷെ ഡേവിനേക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡേവിഡിന് മാത്രമായിട്ട് ഷൂ കിട്ടിയുള്ളൂ. അങ്ങനെ ഡേവിഡിനെ ഇടീച്ച് നോക്കി. പക്ഷെ ഒന്നും ഡേവിനിക്ക് പാകാവണ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ സമയം ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ 9 മണി 9:30 ആവാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഷോപ്പിംഗ് ഒക്കെ തീർന്ന് കട അടിക്കാറായി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാലൻസ് കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പൈസ കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യാം, നമുക്ക് തന്നെ സ്വയം ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് കൗണ്ടറിൽ പോയിട്ടാണ് ചെയ്യുക. നമ്മുടെ എളുപ്പത്തിന് നമ്മൾ സ്വയമാണ് ചെയ്യണം. കാരണം നമുക്ക് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു ബാർകോഡ് സ്കാൻ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതിൽ നമ്മൾ ഓരോ ഐറ്റംസ് സ്കാൻ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഒരു സൈഡിലേക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് അടയ്ക്കണം, നമ്മൾ എന്തൊക്കെ സ്കാൻ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ അവിടെ ഒരു ഏറ്റവും ലാസ്റ്റ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക, കാർഡ് സ്വൈപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. സാധനങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. പക്ഷേ പുറത്തേക്ക് നോക്കി ഇപ്പോൾ ഇവിടെ സമയം 9:30-10 മണിയാവാറായിട്ടോ. ശരിക്കും ഇരുട്ടായി. അപ്പോൾ നമ്മൾ ഈ ട്രോളി ഇനി നമുക്ക് ഇവിടെ തിരിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ബാഗിൽ നമ്മൾ ട്രോളിയൊക്കെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് കൊടുത്തേക്ക് പോവുക കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ
കയ്യിൽ ചോന്നുകൊണ്ട് വരില്ലേ, അതേപോലെ ഇങ്ങനെ ചോന്നുകൊണ്ട് വരാട്ടോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കുകയാണ്, ഇവളെന്താണ് ഇങ്ങനെ ചോന്നുകൊണ്ട് പോകണം എന്നുള്ള രീതിയിലിട്ട്. കാരണം ഇവരൊന്നും ഇങ്ങനെ ചോന്നുകൊണ്ട് നടക്കത്തില്ല. കണ്ടോ, ഊട്ടി കഴിഞ്ഞ് വന്നാട്ടോ നല്ല ക്ഷീണമുണ്ടെന്ന്. ഉച്ചക്കത്തെ പണിയായിരുന്നു അവിടെ. ഇനിയിപ്പോൾ എനിക്ക് ചെന്നിട്ട് കുളിക്കണം, ഫ്രഷ് ആവണം. എനിക്കറിയില്ല, ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയായി. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.